ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തില് ഇത്രയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീ തരുന്നത്? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലേ? ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വൈദികരുടെ പക്കൽ വന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇല്ല എങ്കിൽ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങളും വേദനകളും നീ എനിക്ക് തരുന്നത്? അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. എൻ്റെ ജീവിതത്തില് സഹനങ്ങളും വേദനകളും ഉണ്ടാകുന്നത് എപ്പോഴാണ്? എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. ദൈവം എന്നെ സ്നേഹിച്ച് അവന്റെ സ്വന്തമായിട്ട് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഈ ലോക ജീവിതത്തില് ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ദൈവം തിരഞ്ഞെടുക്കുമ്പോഴാണ്, അവന് പ്രിയപ്പെട്ടതായിട്ട് മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് സഹനമുണ്ടാവുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ സഹനത്തിന്റെ കാരണം എന്താ? ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടാണോ? അല്ല കേട്ടോ. ദൈവം നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, അത്രയേറെ കരുതുന്നുണ്ട്, അവന്റെ സ്വന്തമായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ലോകം എന്നെ ദ്വേഷിക്കുകയും എൻ്റെ ജീവിതത്തില് ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും ഉണ്ടാവുന്നത്. ഈ വേദനയും സഹനവും ഒന്നും വേണ്ട എങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ദൈവം എന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ദൈവം തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഒരിക്കലും ലോകം ദ്വേഷിക്കത്തില്ല. കാരണം എന്താ? ഞാൻ ജീവിക്കുന്നത് ലോകത്തിന് അനുരൂപപ്പെട്ട, ലോകം എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഒരിക്കലും സഹനം ഉണ്ടാവത്തില്ല. പക്ഷെ അവസാനം ഒരു പോക്ക് പോകും. അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ആര് നമുക്ക് ചെയ്തു തരും? പിശാച് ചെയ്തു തരും കേട്ടോ. കാരണം പിശാചിനോട് ചേർന്നിരിക്കുമ്പോൾ സന്തോഷമായിരിക്കും, പണമൊക്കെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ സമാധാനം കിട്ടത്തില്ല, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. ഭൗതികമായ പല കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും, പക്ഷെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ഒരു അവസാനമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സഹനമുണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവന് പ്രിയപ്പെട്ട മകനും മകളുമായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങളും ഇത്രയേറെ വേദനകളും ഉണ്ടാകുന്നത് എന്ന്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് സഹനങ്ങളിൽ നിരാശപ്പെടാതെ എൻ്റെ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട്, അവന് പ്രിയപ്പെട്ടതാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.